എന്താണ് മനുഷ്യന്റെ ധർമ്മം? എന്താണ് നമ്മളെ കൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യം? എന്താണ്? എന്തിനായിരുന്നു നമ്മൾ പരിശുദ്ധ റമദാനിൽ 29 ദിവസവും നോമ്പെടുത്തത്? രാവിലെ മുതൽ വൈകിട്ട് വരെയും നമ്മൾ പട്ടിണിയോട് പടവെട്ടിയത്. നല്ല ദാഹമുണ്ടായിരുന്നു, സുലഭമായി വെള്ളം ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് നിറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. ഒരു തുള്ളി പോലും ഇറക്കാതെ ഈ ദാഹത്തോട് നമ്മൾ ഓരോരുത്തരും പടവെട്ടിയത് എന്തിനാണ്? ചെറിയ മക്കൾ മുതൽ വൃദ്ധർ വരെയും റമളാനിനെ കാത്തുകാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 185-ാമത്തെ വചനത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, അവരുടെ പ്രതിഫലം ലഭ്യമാവുക ഖിയാമത്ത് നാളിലാണ്. വമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരൊക്കെയാണ് നരകത്തിൽ നിന്ന് ദൂരെയാവുന്നത്, സ്വർഗത്തിൽ ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുന്നത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. ഒരു മനുഷ്യന്റെ ജീവിത ധർമ്മം അതാണ്. കുറെ കാലം എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാട്ടി നടക്കലല്ല. കുറെ കാലം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആരോഗ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യന് ഭീഷണിയായി നടക്കലല്ല. അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പലരെയും ആകർഷിച്ച് വിളിച്ചു വരുത്തിക്കൊണ്ട് പെൺകുട്ടി നടക്കലല്ല. അതിനുവേണ്ടി കാത്തുകാത്തിരിക്കാനും പാട്ടുപാടി പിറകക്കൂടാനും മാനവികതയ്ക്ക് യോജിക്കാത്ത വിധത്തിലുള്ള ഏർപ്പാടുകളിലൊക്കെ ബന്ധപ്പെടാനുമല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളൊക്കെ നിൽക്കേണ്ടത്. ഒമൻ സുഹസിയാനിന്നാർ, ആർക്കാണ് നരകത്തെ തൊട്ട് ദൂരെയാവാൻ കഴിയുന്നത്, ഉദ്ഖിലൽ ജന്ന, ആർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുന്നത്, ഫഖദ് ഫാസ്, അവർ മാത്രമാണ് വിജയിച്ചവർ. ഈ ജീവിതം കുറച്ചു കാലത്തിന് മാത്രമുള്ളതാണ്. ഇതൊരു പരീക്ഷണത്തിന്റെ പീരീഡാണ്. നമ്മളെല്ലാവരും ഒരു വലിയ പരീക്ഷാ ഹാളിലാണ്. ഓരോ നിമിഷവും മാർക്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷയുടെ ഫലം വരുന്ന ഒരു ദിവസം വരും. വലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഇതെന്തൊരു പുസ്തകമാണ് പടച്ചോനെ, ഇതിൽ ചെറുതും വലുതും വളരെ സ്വകാര്യമായും ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖയിലുണ്ടല്ലോന്ന് വിലപിക്കുന്ന പരീക്ഷയിൽ തോറ്റ ആളുകൾ കരയുന്നൊരു ദിവസം വരും. അന്ന് രക്ഷപ്പെടണം, അന്ന് രക്ഷപ്പെടണം. അവർക്ക് മറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചും ഒരു പരിധിവരെ യുവതികളും ഉമ്മമാരെ സംബന്ധിച്ചും വലിയൊരു ടാസ്ക്കാണ് ഇപ്പോ. അഴിച്ചിട്ട് നടക്കണമെന്ന് അവരെ സമൂഹം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം പ്രായക്കായ പെൺകുട്ടികളും സ്ലീവ്ലെസ് ആകുന്ന ഏതെങ്കിലും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രൗസറാണ് അവർക്ക് ഇഷ്ടം. അതന്നെ അവിടെ ഇവിടെയൊക്കെ പൂച്ച മാന്തി പൊളിച്ചതുപോലെ കീറിക്കളയണം. ആക്ഷേപിക്കാനല്ല ഇതൊന്നും പറയണത്. നമ്മുടെ ഡ്രസ് കോഡും നമ്മുടെ സംസ്കാരവും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ വാക്കും പ്രവൃത്തിയും മതവും നമ്മൾ നിശ്ചയിക്കണം. ഏതെങ്കിലും നമ്മൾ മനസ്സിൽ കുടിയേറ്റിയ ഏതെങ്കിലും ഒരു നടനോ നടിയോ അത് നിശ്ചയിക്കരുത്. നമ്മുടെ ജീവിതം, നമ്മുടെ ശൈലി, നമ്മുടെ വസ്ത്രം അത് എന്താവണമെന്ന് മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അമ്മമാരെ, സഹോദരിമാരെ, വളരെ ശ്രദ്ധ വേണം, വളരെ ശ്രദ്ധ വേണം. ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇത്തിരി ഡ്രസ്സ് എടുത്തിട്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നവരെ കുറിച്ച് അവരൊരിക്കൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയരാകില്ലെന്ന്, അവരെന്റെ കണ്ണുകൊണ്ട് പോലും കാണരുതെന്ന്, അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ലെന്ന് പുണ്യപ്പൂമാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിച്ച റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീയെ അതിൽ പ്രാധാന്യത്തോടുകൂടെ പരാമർശിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പുകൊണ്ടല്ല. കുറെ കാലം വരുന്നു ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാകുമെന്നും, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, എന്നാൽ കുറെ ഭാഗം പുറത്തായിരിക്കുമെന്നും, അവർ പുരുഷന്മാരെ ആകർഷിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞായിരിക്കും അവർ നടന്നു പോവുക അല്ലെങ്കിൽ യാത്ര പോവുക എന്നും, അവരൊരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ എന്ന്, അവരൊരിക്കലും സ്വർഗത്തിന്റെ പരിമളം ലഭിക്കൂലെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് നമ്മൾ നിശ്ചയിക്കണം. നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോൾ എന്താവണമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ തന്നെ തീരുമാനിക്കണം. ഓരോ കാലത്ത് ഓരോ കോലം കെട്ടി ഡ്രസ്സ് വരും. ഇപ്പോഴുള്ള ഒരു പുതിയ ട്രെൻഡാണ് സ്ലീവ്ലെസ് കുപ്പായങ്ങൾ. സ്ത്രീകൾക്ക് മൊത്തം കൈയില്ലാത്ത കുപ്പായം. അതുകൊണ്ട് കഷ്ടിച്ച് അരന്റെ അവിടേക്ക് എത്താനേ പാടുള്ളൂ, ഫുള്ള് മൂടാൻ പാടില്ല. എന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നടക്കണം. ശരീരത്തിന്റെ നിമ്നോന്നതികളും ഉയർച്ചയും താഴ്ചയൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടണം. കുറച്ചുകൂടെ കോളേജിലൊക്കെ പഠിച്ച് നിലവാരമുണ്ടെന്ന് സ്വയം തോന്നുന്ന പെൺകുട്ടികൾക്ക് വളരെ വൾഗറായ വൃത്തികെട്ട കുറെ വേർഡ്സുകളുടെ അവരുടെ നെഞ്ചത്തും അവരുടെ പുറത്തൊക്കെ കൊത്തിവെക്കണം. എത്ര മാരകം! വെർജിനിറ്റി ഈസ് നോട്ട് എബിലിറ്റി എന്നൊക്കെയാണ് ചില പെൺകുട്ടികൾ എഴുതി വെക്കുന്നത്. അത്രേ കേട്ടിട്ടുണ്ട്. കന്യകത്വം അത്ര വലിയ യോഗ്യത ഒന്നുമല്ല. കന്യകയായിരിക്കുക എന്നത് വലിയ യോഗ്യത ഒന്നുമല്ല. പിന്നെ അതൊരു അവസരം കിട്ടായ്മ മാത്രമാണ്.
എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് യോഗ്യത. അതില്ലാതെ ഇങ്ങനെ വിശുദ്ധമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വിശുദ്ധിയൊന്നുമല്ല, അവസരം കിട്ടായ്മ മാത്രമാണ് എന്ന്. ഇങ്ങനെ തന്നെ ജീവിക്കണം നമ്മൾ ആര് നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്ക് വേണ്ടേ? എത്ര കാലം ജീവിക്കാൻ പറ്റും നമുക്ക്? എത്ര വലിയ വലിയ സയന്റിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 500-ലേറെ കണ്ടെത്തൽ നടത്തിയ ആളാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ 2 മാസത്തേക്ക് ദീർഘിപ്പിക്കാൻ അയാൾക്ക് പറ്റിയോ? അദ്ദേഹത്തിന് പറ്റിയോ? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. 1 വർഷം ക്യാൻസറിനെതിരെ ഏറ്റവും നന്നായിട്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ആളാണ് ഫിസിക്സിൽ 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ മാഡം ക്യൂരി എന്നറിയപ്പെട്ട മേരി ക്യൂരി. റേഡിയേഷൻ വികിരണങ്ങൾ ഏറ്റുമരിക്കാനായിരുന്നു അവരുടെ യോഗം. പ്രതിരോധിക്കാൻ പറ്റിയോ? ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണ്ടേ. അവർക്ക് പ്രതിരോധിക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. പ്രഭാഷണം തുടങ്ങിയതേ ഓർമ്മയുള്ളൂ കേൾവിക്കാർക്ക്. നമ്മുടെ APJ അബ്ദുൽ കലാം കണ്ണു വിഴിഞ്ഞുപോയി. അംഗരക്ഷകർ വന്ന് താങ്ങിയിരുത്തപ്പോഴൊക്കെ മരണം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രഭാഷണം പൂർത്തിയാക്കുന്ന എനിക്ക് വല്ല ഉറപ്പും പാടുണ്ടോ? ഇല്ലേ. ഇത് കേട്ട് നിങ്ങളെല്ലാം സ്വസ്ഥമായി വീട്ടിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. മനുഷ്യർ വലിയ ശക്തി ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും, വലിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും, ഉപകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ തൻ്റെ ജീവിതത്തിന്റെ മുകളിലേക്ക് പോയ ശ്വാസം താഴേക്ക് വന്നത് മുകളിലേക്കോ കൊണ്ടുവരാൻ സാധിക്കാത്ത നിസ്സാരനാണ് മനുഷ്യൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ സൂറത്തുൽ ജുമയുടെ 8-ാമത്തെ വാക്യത്തിൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിശ്ചയമായും പിടികൂടുമെന്ന് നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ ഒരു ദിവസം എനിക്ക് വരും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരും. ഇതുവരെ എന്നെ കുറിച്ച് പേര് പറഞ്ഞിരുന്ന ആളുകൾ എന്റെ മയ്യത്തെന്ന് എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങും. വാപ്പയെ സ്നേഹത്തോടെ വാപ്പയും ഉപ്പച്ചിയും വിളിച്ചിരുന്നവർ പിന്നീട് ഉപ്പച്ചിയുടെ മയ്യത്ത് എന്ന് പ്രയോഗിച്ചു തുടങ്ങും. മറക്കാൻ പറ്റും നമുക്ക് ആ ദിവസത്തെ കുറിച്ച്? ഉപ്പാനെ കുളിപ്പിക്കണ്ടേന്ന് ചോദിച്ചിരുന്ന ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്നാണ് ചോദ്യം വരിക. ഉപ്പ ഏതാ? ആ ഉപ്പനെ കൊണ്ടാണ് അസ്രായിൽ അലൈഹിസ്സലാം പോയത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ. ഈ കാണുന്നതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചൊരു വാഹനം മാത്രം. ഇമാം ഗസാലി അത് നിർവചിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആധുനികമായിട്ട് സയ്യിദ് ബൈദുസ്സമാൻ നൂർസിയുടെ കിതാബിൽ നമുക്കത് കാണാൻ പറ്റും. ഒരു വാഹനമാണിത്. ഈ വാഹനത്തെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും നമുക്ക്. ഇതിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഔറത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആൺകുട്ടികളൊക്കെ മയക്കുമരുന്നിലും മദ്യത്തിലും അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആൺകുട്ടികൾ ഞാൻ സൗന്ദര്യത്തിന് പറഞ്ഞതാണ്. നമ്മുടെ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ഡി അഡിക്ഷൻ സെന്ററാണ് തിരൂരിലുള്ളത്. കള്ളുകുടിയും മയക്കുമരുന്നൊക്കെ ശീലമുള്ള ആളുകൾക്ക് മാറാൻ വേണ്ടി ചികിത്സ നടത്തുന്ന കേന്ദ്രം. അവിടുത്തെ പ്രധാന ഡോക്ടർ ഈയിടെ ഒരു പ്രഭാഷണം നടത്തിയത് പലരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ജില്ലയിൽ കൂടുതലായി മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളായി വരുന്നത് പെൺകുട്ടികളാണെന്ന്. ഉമ്മ വിളിക്കണമേത്ത് ഞെട്ടിച്ചാടും. എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയാകുന്ന അധ്യാപികക്ക് പോലും പരിശോധിക്കാൻ പറ്റാത്ത അത്ര സ്വകാര്യ മേഖലകളിൽ പെൺപിള്ളേർ കത്രിക കൊണ്ടും ബ്ലേഡ് കൊണ്ടും മുറിവുണ്ടാക്കുന്നു. അവിടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, സ്റ്റിക്കർ ഒട്ടിക്കുന്നു. 40 മണിക്കൂറോളം ലഹരിയുടെ മായാലോകത്ത് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധം കുറവായിരിക്കും, അന്നം വേണ്ടി വരില്ല, വീട്ടിൽ വരും, സ്കൂളിൽ പോകും, കോളേജിൽ പോകും, അന്തം വിട്ട് അങ്ങനെ ഇരിക്കും. ഒന്നും അവരുടെ മനസ്സിൽ കയറൂല. ഭക്ഷണം വേണോ അവർക്കറിയില്ല. കുറെ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഉമ്മ പോയി വെക്കണമേത്തുണ്ടാവും ഇങ്ങനെ അന്തം വിട്ടിരിക്കണം. എനിക്ക് ചോറ് കണ്ടടി എന്ന് പറയുമ്പോൾ ഞെട്ടിച്ചാടും. വരും, കഴിച്ചു എന്ന് തോന്നാൻ വേണ്ടി മാത്രം ഇത്തിരി നുള്ളി കളിക്കും. സ്വപ്നലോകത്ത് സഞ്ചരിക്കുകയാണ്, രാപ്പാടി പാറിയോണ്ടിരിക്കണവർ. ഇതിലേക്ക് അവരെ കൊണ്ടുപോകാൻ വിവിധങ്ങളായ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു. വിവിധമായ സംവിധാനങ്ങളുണ്ട്. മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ പർദ്ദയിട്ട പെണ്ണുങ്ങൾ വരുന്നു. വിദ്യാർത്ഥികളുടെ യൂണിഫോം മറയാക്കിക്കൊണ്ട് സ്കൂളുകളിൽ അതിന്റെ വിതരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പ്രാവശ്യം നമ്മുടെ മൂക്കിലൂടെ MDMA ഒക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം, പിറ്റേ ദിവസം മുതൽ നിങ്ങൾ അതിന്റെ അഡിക്റ്റുകളാണ്. നോമ്പിന്റെ ഒരാഴ്ച മുന്നെയാണ് വളാഞ്ചേരിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കഥനക്കഥ ചാനലുകളിൽ വന്ന് ഉറക്കെ പറഞ്ഞത്. 23 വയസ്സ് വരെയും ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത വിശുദ്ധനായ ചെറുപ്പക്കാരൻ വെറുതെ ഒരു ടൂറിന് പോയി. ദൂരേക്കൊന്നും പോയിട്ടില്ല, മഞ്ഞു വാരാനൊന്നും അല്ല, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്. വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിയതാണ്. കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കൂട്ടുകാരൻ, ഈ MDMA ഒന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞ് അവന്റെ കൈ കൊടുക്കുന്നത്. വേണ്ടാന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവരിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. നല്ല ധൈര്യം ഉണ്ടാവും. ഒരു വട്ടം ഉപയോഗിക്കുമ്പോഴത്തേന് എന്ത് പറ്റാനാണ്?
അതിന്റെ ഗുണമൊന്ന് മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായ രീതിയിൽ നോ പറയാൻ കഴിയണമായിരുന്നു ആ ചെറുപ്പക്കാരന്. സാധിച്ചില്ലവന്. സൗഹൃദം നഷ്ടപ്പെടുന്നവൻ ഭയന്നു. ഇവരുടെ കൂട്ടത്തിൽ ഇനി ജീവിക്കാൻ പറ്റൂല, അവർ പുറത്താക്കുന്ന കുട്ടി പേടിച്ചു. എന്നാലും ഒരു ഓട്ടോ പിടിച്ചിട്ട് KSRTC സ്റ്റാൻഡിൽ വരണമായിരുന്നു. കോഴിക്കോട്ട് തൃശ്ശൂരിലേക്കോ മറ്റോ പോകുന്ന ബസ് കയറിയിട്ട് സ്വന്തമായി വളാഞ്ചേരി സ്വന്തം നാട്ടിൽ പോയി ഇറങ്ങണമായിരുന്നു. ആ കുട്ടി ചെയ്തില്ല. അവർ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു. പിന്നീടുള്ള കഥ അവൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ അത് കിട്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വയനാട്ടിൽ പോയി മേടിച്ചു, കൊച്ചിയിൽ പോയി മേടിച്ചു. ദിവസം അവർ വില കൂട്ടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം ഇത്തിരി അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞ പൈസ കൊടുക്കണം. ഒരു കൃത്യമായ MR ഒരു വില അതിനുണ്ടാവില്ല. അവസാനം എല്ലാവരും ചെയ്യുന്നത് പോലെ അവനും അതിന്റെ വിൽപ്പനക്കാരനായി മാറി. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ കേൾക്കണം. അവനിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കൊണ്ടുപോകുന്ന ദമ്പതിമാരുണ്ട്. ഭാര്യ ഭർത്താവും വന്ന് വാങ്ങിക്കൊണ്ടുപോകാം, സഹോദരനും സഹോദരിയും വന്ന് മേടിച്ചുകൊണ്ടുപോകുക. ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ടുപോകുന്ന ഡോക്ടർമാരുണ്ട് എന്ന്. പിടുത്തം വിട്ടൊരു ലോകം, 4 കാലിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു നാട്. ഡോക്ടർമാർ മുതൽ ഇതിന്റെ ആരോഗ്യവശം കൃത്യമായിട്ട് അറിയുന്നവർ, 3 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന അറിയണവർ, അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വലിയ പാടാണെന്ന് കൃത്യമായി അറിയുന്നവർ, അവരും ഈ പ്രലോഭനത്തിൽ വീണുപോകുന്നു. ഇതല്ല ജീവിതമെന്നറിയാനും പല സന്ദർഭങ്ങളിലും കൂട്ടുകാർ നഷ്ടപ്പെട്ടാലും ആ സൗഹൃദം പൊട്ടിച്ചെറിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിൽ കയറാനും നരകത്തിൽ നിന്ന് ദൂരെയാവാനും നമുക്ക് സാധിക്കണം. സൗഹൃദം പലപ്പോഴും വിലങ്ങായി മാറുന്നുള്ളതിൽ നമുക്ക് തർക്കമല്ലല്ലോ. സൂറത്തുൽ ഇസ്രായിന്റെ 23-ാമത്തെ വാക്യത്തിൽ 2 കൈയും കടിച്ച് ഒച്ചാനിച്ച് പേടിച്ചു നിൽക്കുന്ന ഒരു ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്. മാഷറയിൽ നാണം കെടുമ്പോഴും മാനം കെടുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഈ വിരല് കടിക്കുക. അങ്ങനെ 2 കൈയും കടിക്കുന്നതാണ്. 2 കൈയും കടിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അവർ വിലപിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നാവും. എന്തൊരു നഷ്ടം. ഇന്ന ചെങ്ങാതിനെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്നെ കേൾക്കുന്ന യുവതികൾ, കോളേജ് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, 7ാം ക്ലാസ് മുതലൊക്കെ മേലക്ക് മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗമുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, അവരുടെ രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരന്മാർ, എല്ലാവരും മനസ്സിലാക്കണം. ലഖദ് അളല്ലനി അനി ദിക്ർ. സത്യം ബോധ്യപ്പെട്ടിട്ടും MDMA പാടില്ലെന്ന് മനസ്സിലായിട്ടും വൃത്തികെട്ട ഡ്രസ്സ് ധരിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നിട്ടും എൻ്റെ കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു. അവനെ എൻ്റെ സുഹൃത്തായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഇന്ന ചെങ്ങാതിനെ ഞാൻ അവൻ്റെ കൂട്ടുകാരനായി മാറാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എന്താ പ്രശ്നം? ലഖദ് അളല്ലനി അനി ദിക്ർ. ദിക്റിനെ തൊട്ടവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ഹദാനി. എനിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു, എന്നിട്ടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.